ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ പേര് ജോഫി ജോർജ്. എൻ്റെ ഹസ്ബൻഡ് സനിൽ, മകൻ ജോയൽ സനിൽ, ജുവൽ സനിൽ. ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കുടുംബമായിട്ട് ദുബായിൽ 17 വർഷമായിട്ട് അവിടെ ഷാർജയിൽ താമസിക്കുന്നു, ദുബായിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ മകൻ ഇതുപോലെ പുറത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ എനിക്ക് എല്ലാ പരീക്ഷയും പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ എല്ലാ എക്സാമുകളും മാതാവിൻ്റെ സഹായത്താൽ ഒരു മെറിറ്റുമില്ലാത്ത എനിക്ക് മാതാവിൻ്റെ കൃപയാൽ എനിക്ക് എല്ലാം സാധിച്ചു കിട്ടി. അപ്പോഴാണ് ഈ ന്യൂസിലൻഡിൽ ഒരു ഓസ്കി എക്സാം പാസ്സാവാൻ വേണ്ടി വളരെ പാടാണെന്നറിയുന്നത്. അപ്പോൾ ആ ടെൻഷൻ വെച്ചാണ് ഞാൻ ഒരു 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി തീർത്തു. എന്നിട്ട് ഒരു ദിവസം ഇതിന് ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഇവിടെ ന്യൂസിലൻഡിൽ എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ ദൈവമാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. അതായത് ഞാൻ ഡയറക്റ്റ് എക്സാം സെൻറ്റർ ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഓസ്ട്രേലിയയുടെ വിസ ഇല്ലാത്തതിനാൽ എനിക്ക് ആ ക്രൈസ്റ്റ് ചർച്ചിലേക്കുള്ളത് അവർ ക്യാൻസൽ ചെയ്ത് എന്നെ ഓഫ്ലോഡ് ചെയ്തു. അപ്പോൾ അവർ പിന്നെ ആ സെയിം ടൈമിൽ തന്നെ എനിക്ക് മാതാവിൻ്റെ ഇടപെടലുകൊണ്ട് വേറെ ഓക്ലൻഡിൽ ഫ്ലൈറ്റ് ലഭിച്ച് അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ സഹായത്താൽ എനിക്ക് കൂടുതൽ പഠിക്കുവാനും അവരെന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാം പാസ്സാക്കുവാനും എനിക്കത് വലിയൊരു തുണയായി. അത് മാതാവിൻ്റെ വലിയ ഒരു ഇടപെടൽ കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. പിന്നെ അതുവഴിയെ ഞാൻ പരീക്ഷ പാസ്സായതിനു ശേഷം ഞാൻ ഓസ്ട്രേലിയൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെ അത് ജോലിക്ക് വേണ്ടി ശ്രമിച്ച് എല്ലാം റിജക്ഷനായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി 25, 2025 ഞാൻ ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പം ആ ഉടമ്പടിയിലൂടെ എനിക്ക് എൻ്റെ വിസ പ്രോസസ്സിങ് എളുപ്പം ശരിയാവുകയും എനിക്ക് വിസ ഗ്രാൻഡ് ആവുകയും ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ രണ്ടാമത് തീർത്ഥാടന ഉടമ്പടി റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒക്ടോബറിൽ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു മാതാവിൻ്റെ ഒരു അടയാളമായിട്ട് എനിക്കെൻ്റെ എല്ലാം ശരിയാവുകയാണെങ്കിൽ, ജോലി ലഭിക്കുകയാണെങ്കിൽ എനിക്ക് മാതാവിന് ഈ പ്രദക്ഷിണത്തിന് കൈ പിടിക്കാനുള്ള ഒരു യോഗ്യത തരണമേ എന്ന് മാതാവിനോട് അപേക്ഷിച്ചു. തൽഫലമായിട്ട് എനിക്ക് മാതാവിനെ പിടിക്കാനുള്ളൊരു അവസരം കിട്ടുകയും ഞാൻ അതിൽ ഉറച്ചു വിശ്വസിച്ച് എനിക്ക് ശരിയാവുമെന്ന്. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ പോയപ്പോൾ ഉടനെ എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ കോൾ വരികയും എനിക്ക് ആ ഇൻ്റർവ്യൂ അതിൽ എനിക്ക് പാസ്സാവുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാരനും നന്ദി. ഞാൻ പിന്നെ പറയാനുള്ളത് എൻ്റെ മകൻ്റെ എക്സാമിൻ്റെ കാര്യമാണ്. അവൻ ഇപ്പോൾ അവൻ 11-നാണ്. 10ാം ക്ലാസ്സിൽ വെച്ച് മോഡൽ എക്സാമിനൊക്കെ വളരെ മാർക്ക് കുറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ആ ഉടമ്പടി ഞാൻ നിയോഗം വെച്ചിരുന്നു ജനുവരിയിൽ. തൽഫലമായിട്ട് എൻ്റെ മകന് 91.6% മാർക്ക് നേടി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വലത് കയ്യിൽ ഷോൾഡറിലായിട്ടൊരു കാൽസിഫിക്കേഷൻ പോലെ ഫോം ചെയ്ത് സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. തൽഫലമായിട്ട് ഞാൻ വേറൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ ഇനി സർജറി വേണ്ട, ഒരു കോഴ്സ് സ്റ്റീറോയിഡിൻ്റെ ഒരു ഇതുകൊണ്ട് മാറിപ്പോകുമെന്ന് പറഞ്ഞ് അതിപ്പോൾ കാൽസിഫിക്കേഷനൊക്കെ മാറി. അത് മാതാവിന് നന്ദി പറയുന്നു. ഇങ്ങനെ പിന്നെ എനിക്ക് എൻ്റെ ലെഫ്റ്റ് എൽബോയിൽ ടെന്നീസ് എൽബോ എന്നും പറഞ്ഞ് എനിക്ക് ഭയങ്കര എൽബോ പെയിനായിരുന്നു. അപ്പം ഞാൻ ഈ തീർത്ഥാടന ഉടമ്പടി പുതുക്കുവാനും ഈ
ജപമാല റാലിക്ക് വരുവാനും അവസരം ലഭിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഫലമായി അത് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കൈയുടെ മുട്ടിൻ്റെ വേദന എല്ലാം മാറി. കൂടാതെ ഞാൻ വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം ദൈവിക ഇടപെടലുകൾ കാരണം എൻ്റെ എല്ലാം മാറിക്കിട്ടി. ഇത് കൂടാതെ ഞാൻ നിയോഗം വയ്ക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മമ്മിക്ക് ശരീരം മുഴുവൻ നീർക്കെട്ടും വേദനയുമായിട്ട് കിടപ്പായിരുന്നു. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഒരു മെയ് 6-ാം തീയതി അച്ഛൻ്റെ ധ്യാനത്തിൽ അങ്ങനെയുള്ള ഒരു രോഗിയെ സൗഖ്യമാക്കുന്ന കാര്യം പറഞ്ഞു. ഞാനതെൻ്റെ അമ്മയെ ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് ഇപ്പോൾ അതെല്ലാം മാറി. മമ്മിക്ക് പ്രായാധികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാം മാറി സുഖമായിരിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും അധികം കൃപകളും കരുണകളും ലഭിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ ഈ 17-ാം തീയതി ഇൻ്റർവ്യൂവിൻ്റെ ഫലമായി കിട്ടിയ ജോലിക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോകുകയാണ്. പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു മദർ മേരി. താങ്ക് യു ജീസസ്. താങ്ക് യു മദർ മേരി. താങ്ക് യു ജീസസ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ പേപ്പർ ഞാനിവിടെ വരുത്തുമായിരുന്നു. ഇവിടെ വിളിച്ച് പറഞ്ഞ് വരുത്തിച്ച് ഞാൻ അവിടെ ഉള്ള പള്ളികളിലും കൊടുക്കുമായിരുന്നു. ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഈ പേപ്പറുകൾ ഞാനിവിടെ ബസ് സ്റ്റോപ്പിലും ബസ്സിനകത്ത് പോകുമ്പോഴും ഞാൻ അവിടെയുള്ള ഷോപ്സിലും എല്ലാം പറഞ്ഞ് എൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. കാര്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ഞാനൊരു നഴ്സാണ്. അപ്പോൾ ഞാൻ അവിടെ വരുന്ന രോഗികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു രോഗികളുള്ള മീൻസ് 2 പിള്ളേരുള്ള വീട്ടിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുകയും അവർക്ക് പൈസ കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന. ആത്മീയമായിട്ടും എനിക്ക് ഒരുപാട് വളരുവാൻ സാധിച്ചു. ബൈബിൾ വചനങ്ങൾ അരമണിക്കൂർ വായിക്കുവാനും കൂടുതൽ നമുക്ക് വേറെ ഓരോ ചിന്തകളിൽ പോകാതെ, വേറെ യൂട്യൂബിൽ വേറെ ഇതിലൊന്നും പോകാതെ നമുക്ക് കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും ആത്മീയമായി എന്നെ അത് വളർത്തി. അതിന് ഇനി അങ്ങോട്ടും ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോകുമ്പോഴും ഇതിലൂടെ എല്ലാം കൂടുതൽ വളരാനായിട്ടും ഉടമ്പടിയിൽ ജീവിക്കുവാനും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വിലാപങ്ങൾ 3:24-25. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ജോഫി ജോർജ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രാധാന്യത്തോടെ സഹോദരി സൂചിപ്പിച്ചത് വിദേശത്തേക്ക് പോകുവാനുള്ള അവരുടെ പരിശ്രമമായിരുന്നു. ഏറെ നാൾ ദുബായിൽ ജോലി ജീവിച്ചിരുന്ന കുടുംബം യൂറോപ്യൻ മൈഗ്രേഷന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന നാളുകളിൽ സാധ്യതകളൊക്കെ വളരെ വിരളമായിരുന്നു. വാതിലുകളൊന്നും അധികം തുറന്നിട്ടില്ലായിരുന്നു. എങ്കിലും ന്യൂസിലൻഡിന് വേണ്ടി പോകുവാൻ ആഗ്രഹിച്ച ഓസ്കി എക്സാം എഴുതുവാൻ പോകുമ്പോൾ മുതൽ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അമ്മ മാതാവിൻ്റെ നിരന്തരമായ സംരക്ഷണം യാത്രയിൽ പോലും ലഭിച്ചത് മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്ലൻഡിൽ പോയി കൂടെ സുഹൃത്തുക്കളുമായി കണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പരീക്ഷ എഴുതുവാനും വിജയിക്കുവാനും അമ്മ മാതാവ് ആദ്യം ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഒന്ന് ഡൈവേർട്ട് ചെയ്തതുകൊണ്ട് കൂടുതൽ സൗകര്യത്തിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും എഴുതുവാനും മകളെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ജോലിക്കുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രോസസ്സും അമ്മ മാതാവ് വേഗമാക്കി നൽകിയതിനെയും സന്തോഷത്തോടെ കുടുംബം സാക്ഷ്യപ്പെടുത്തി. ഓരോരുത്തർക്കും വന്ന ശാരീരികമായ രോഗക്ലേശങ്ങളിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും അമ്മയിൽ ആശ്രയിച്ചുള്ള നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ആ കുടുംബത്തിൽ ലഭിച്ച സൗഖ്യാനുഭവങ്ങളെയും എണ്ണിപ്പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി. ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് അമ്മയെ അടുത്തറിയുന്നതെങ്കിലും അത് തീർത്ഥാടക ഉടമ്പടിയിലൂടെ അമ്മയുമായുള്ള ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കുകയും ഉടമ്പടി ജീവിതം എന്താണോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക, ആ വിശുദ്ധിയുള്ള ജീവിതം, ദൈവസ്നേഹമുള്ള ജീവിതം, അനുതാപത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ജീവിതം,
ആ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതങ്ങളെ മാറ്റുവാൻ സാധിച്ചുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. ലോക വിഷയങ്ങളിൽ നിന്നും ദൈവസ്നേഹ പ്രവൃത്തികളിലേക്ക് ജീവിതത്തിൻ്റെ രീതികളെ മാറ്റിയെടുക്കുവാനും കുറേ കൂടി പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെട്ടും അമ്മ മാതാവിൽ ആശ്രയിച്ചും നിരന്തരം ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുവാനും കുടുംബത്തെ സഹായിച്ചതിനെയാണ് നന്ദിയോടുകൂടി ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമാണ്. ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തെ തന്നെ അല്പം കൂടി ഗൗരവത്തിൽ കാണുവാനും അതിൻ്റെ കുറവുകളെ തിരുത്തുവാനും ദൈവകൃപയിൽ നിലനിൽക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം. നാം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നമുക്ക് കൂടെ ഒരു അമ്മയുണ്ടെന്നും അമ്മ കരം പിടിച്ച് പ്രതിസന്ധികളെ കരകയറ്റുവാൻ പറ്റും വിധം ഈശോയുടെ അരികിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നും നമുക്ക് പ്രത്യാശ പകരുന്ന ജീവിതമാണ്. ആ പ്രത്യാശയുടെ സാക്ഷ്യമാണ് ഉടമ്പടി ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഈ കുടുംബത്തിന് ലഭിച്ചത് ഇവിടെ അടയാളപ്പെടുത്തുന്നത് ജോലിയായിട്ട്, സൗഖ്യമായിട്ട്, ആത്മീയ വളർച്ചയായിട്ട്, സമാധാനമായിട്ട് അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് നടന്നപ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മ ഈ കുടുംബങ്ങളെ എങ്ങനെ സഹായിച്ചുവെന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ ദൈവാനുഭവങ്ങൾക്കും പരീക്ഷകൾക്ക് വിജയം, രോഗങ്ങൾക്ക് സൗഖ്യം, വിദേശത്തേക്ക് മൈഗ്രേഷനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കൊടുത്തതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.